ഇപ്പൊ അദ്ദേഹത്തിന് RSSുമായി ബന്ധമില്ല എന്നുള്ളതാണ് RSS ഔദ്യോഗികമായി ഇപ്പൊ പറയുന്നത്. RSSന്റെ ചരിത്രം നമുക്കറിയാം. ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധി വധത്തിന് നേതൃത്വം നൽകിയവരെല്ലാം RSSന്റെ സജീവ പ്രവർത്തകരായിരുന്നു. അപ്പൊ ഗാന്ധി വധത്തിന് നേതൃത്വം നൽകിയതിനു ശേഷം അല്ലെങ്കിൽ ഗാന്ധി വധം കഴിഞ്ഞതിന് ശേഷം RSSുമായി ബന്ധമില്ല എന്ന് പറയുകയും പിന്നീട് അന്വേഷണത്തിൽ RSSന് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ RSSനെ നിരോധിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഗോവിന്ദ് ബൻസാരി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗത്തെ കൊലപ്പെടുത്തിയത് RSSന്റെ സജീവ പ്രവർത്തകരായിരുന്നു. പക്ഷേ RSSുമായി ബന്ധമില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് RSSലെ സജീവ പ്രവർത്തകരായിരുന്നു. പക്ഷേ അവർക്ക് RSSുമായി ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം TG മോഹൻദാസ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. അവരുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ കൺവീനറായി ദീർഘകാലം പ്രവർത്തിച്ച ആളാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് TG മോഹൻദാസ്. അപ്പൊ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സെക്രട്ടറി ആവുക, RSSന്റെ ഇന്റലക്ച്വൽ സെല്ലിന്റെ കൺവീനറായി ഒരാളെ ചുമതലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ RSSന്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെയാണ് RSSന്റെ പ്രത്യയശാസ്ത്രങ്ങൾ താഴേക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും ക്ലാരിറ്റി ഉള്ളവരെയാണ് അവർ ഈ സ്ഥാനങ്ങളിലേക്ക് സാധാരണഗതിയിൽ നിയമിക്കാറുള്ളത്. അപ്പൊ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സെക്രട്ടറിയായിരുന്ന ആള്, അവരുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ കൺവീനറായിരുന്ന ആള് RSSുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴുണ്ടായ ഈ അദ്ദേഹം നടത്തിയ പരാമർശം അത്രമേൽ അപകടകരമായൊരു പരാമർശം. സാധാരണ 17, 16, 18 വയസ്സുള്ള പെൺകുട്ടികൾ ഈ സമരത്തിൽ പങ്കെടുത്തത് അവരുയർത്തിയ മുദ്രാവാക്യം എന്താണ് എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ആ കുട്ടികൾ ഉയർത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നീറ്റ് പരീക്ഷ, നെറ്റ് പരീക്ഷ, UGC പരീക്ഷ അത് കഴിഞ്ഞ 2017 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ എത്രയോ തവണ ചോർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 24 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന നീറ്റ് പരീക്ഷ എത്ര തവണ കേന്ദ്ര സർക്കാരിന് മാറ്റിവെക്കേണ്ടി വന്നു. അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അതിന്റെ ഉത്തരവാദികൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടികൾ സമരം നടത്തിയത്. ആ സമരത്തിന് തുടക്കം മുതൽ തന്നെ AIVFും AISFും എല്ലാം ആ സമരത്തിന് പിന്തുണ കൊടുത്തു. ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ആ സമരത്തിന് പിന്തുണ കൊടുക്കുകയുണ്ടായി. അപ്പൊ ആ സമരത്തിന് അവർ ഉയർത്തിയ മുദ്രാവാക്യത്തോട് ഇത്രയേറെ അസഹിഷ്ണുത TG മോഹൻദാസ് പ്രകടിപ്പിക്കുക, ആ കുട്ടികളെ കുറിച്ച് ഇത്ര മോശമായി അവരുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലേക്ക് ഉള്ള പ്രസ്താവന നടത്തുക, മാത്രമല്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അവരെ വെടിവെച്ചു കൊല്ലുക എന്നുള്ളതാണ്. കലാപത്തിന് ആഹ്വാനം ചെയ്യുക, വംശീയമായി ഉന്മൂലനം ചെയ്യുക എന്ന നിലയിലേക്ക് മാറ്റുകയാണ്. അപ്പൊ അത് വെറും ഒരു പ്രസ്താവനയായി, ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി അതിനെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായി കർശനമായ നിയമ നടപടി സ്വീകരിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകണം, ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പത്രസമ്മേളനം നടത്തുന്നത്. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി AIVFന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യഘട്ടം എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ പറയുന്ന TG മോഹൻദാസിന്റെ വസതിയിലേക്ക് AIVFന്റെ നേതൃത്വത്തിൽ നാളെ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ആ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസ്ഥാന വ്യാപകമായി 13 ജില്ലാ കേന്ദ്രങ്ങളിലും ഈ എറണാകുളത്ത് നാളെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നടത്തുന്ന മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് AIVF തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നതുവരെയും ഈ സമരവുമായി AIVF മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിയമത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളയാളാണ്. അങ്ങനെ ധാരണയുള്ളയാള് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റാണ് എന്നുള്ളതുകൊണ്ടും ഈ കേരളം ഒരുപക്ഷെ മതേതരത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ കേരളത്തിന്റെ മതേതരത്വം തകർക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ്താവനയെ ലഘൂകരിച്ച് കാണാൻ പാടില്ല. ഗവൺമെന്റിന്റെ നിലപാട് ഇതിനകത്ത്
വളരെ കൃത്യമായ നിലപാട് ഗവൺമെന്റ് എടുക്കാൻ കഴിയണം. വളരെ ശക്തമായ നിയമ നടപടി. കേരളത്തിൽ ഇനി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുവാൻ ഒരാളും തയ്യാറാകാത്ത രീതിയിലേക്ക് കേരളത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ശക്തമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചു. അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥനെ ക്രൈംബ്രാഞ്ച് IG തന്നെ ചുമതലപ്പെടുത്തുകയുണ്ടായി. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് വളരെ കർശനമായ നടപടി ഇദ്ദേഹത്തിനെതിരെ സ്വീകരിക്കണമെന്നും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത്. വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.